നമുക്കൊരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ? ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പൊ ചിക്കൻ ഡ്രം സ്റ്റിക്കിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് നന്നായിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം ആ വേവുന്ന സമയം കൊണ്ട് നമ്മൾ പൊട്ടറ്റോ വേവിച്ചെടുക്കുകയാണ്. ഇവിടെ ബേബി പൊട്ടറ്റോസ് ആണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് മസാലയ്ക്ക് വേണ്ടി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി മസാലകളായിട്ട് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പ് ചിക്കനിൽ ചേർത്തേക്കുന്ന അളവനുസരിച്ച് ലേശം ഉപ്പ് ഇതിനകത്തും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മാഷ് പൊട്ടറ്റോ, ചിക്കൻ ഞാൻ വേവിച്ചത് ഡ്രം സ്റ്റിക്കിൽ നിന്ന് മാറ്റി ക്രഷ് ചെയ്തെടുത്തിട്ടോ, അതും ഈ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പുകളാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാനിലോട്ട് കട്ട്ലറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച്, ഇവിടെ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്, എണ്ണ ഒഴിച്ച് ആദ്യം കട്ട്ലറ്റ് മുട്ടയിൽ മുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ആണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ എടുത്തേക്കുന്ന റസ്കിൻ്റെ പൊടിയാണ് കേട്ടോ. റസ്കിൽ മുക്കുക. ശേഷം ഒന്നും കൂടി മുട്ടയിൽ മുക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട, കാരണം ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തേക്കുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.